ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മുടെ മലബാറിൻ്റെ സ്വന്തം കണ്ണച്ച പത്തിരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1.5 കപ്പ് മൈദപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യിൻ്റെ അളവ് ഒരിക്കലും കൂടരുത് കേട്ടോ. നെയ്യിൻ്റെ അളവ് കൂടുതലായി പോയാൽ മാവ് നല്ലോണം സോഫ്റ്റായി പോവും. അപ്പോൾ 1 ടീസ്പൂൺ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ മാവ് ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ കണ്ണച്ച പത്തിരി ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് അത് പരത്തുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടിയും അതുപോലെ തന്നെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഓയിലും കൂടെ എടുത്ത് വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ചെറിയൊരു ബോൾ എടുക്കാം. നമുക്കതിനൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് പരത്തിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ ഓയിൽ ചപ്പാത്തിയുടെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് തൂവി കൊടുക്കാം. ഇതിങ്ങനെ 2 സൈഡിൽ നിന്നൊന്ന് മടക്കിയെടുക്കാം. നമ്മൾ മടക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് മടക്കാം. ഈ മടക്കിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇത്തിരി മൈദമാവ് ഒന്ന് തൂവി കൊടുക്കാം. ഇതുപോലെ ഇതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ 2 സൈഡിൽ നിന്നൊന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു സ്ക്വയർ പോലെ കിട്ടും നമുക്ക്. ഇനി ഇതിനിപ്പോൾ 4 കോണുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ 2 കോണുകൾ തമ്മിൽ നമുക്ക് ഇതുപോലൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് നടുഭാഗം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള 2 കോണും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നടുക്കൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കണ്ണ് വെച്ച പത്തിരിൻ്റെ വട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ തുറന്ന് വെക്കരുത് കേട്ടോ, അത് ക്ലോസ് ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാതും പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനെ ഒരു പത്തിരി ആക്കിയിട്ട് പരത്തിയെടുക്കണം. അപ്പം നമ്മുടെ പത്തിരി പരത്തുന്ന പലകയിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് നമ്മളിത് മടക്കിയ ഭാഗം പത്തിരി പലയമ്മക്കാക്കി വെച്ചിട്ട് ഇതുപോലൊന്ന് ചെറിയൊരു കനത്തിൽ നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇത് തിന്നാക്കി പരത്തരുത് കേട്ടോ, കുറച്ചൊക്കെ ഒരു കട്ടി വേണേ. ഇത് നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് പരത്തി വെച്ചാലും ഒട്ടി പിടിക്കുകയൊന്നും ഇല്ല കേട്ടോ.
എന്നിട്ട് പിന്നെ ഒരുമിച്ച് പരത്തിയതിന് ശേഷം ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ പെട്ടെന്ന് ഇത് റെഡി ആയി കിട്ടും കേട്ടോ. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടാൽ വേഗത്തിൽ അത് നല്ല കുക്കായി വരും. അപ്പോൾ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് അതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ലോണം അങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എല്ലാ കറീൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ബീഫ് കറി, മട്ടൻ കറി, ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ കണ്ണച്ചപ്പത്തിരിയുടെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായതാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അത് പ്രസ് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.